റൗത്തർ അത്താന്നൊക്കെ ഞങ്ങളൊക്കെ വിളിക്കുന്നത്. അത്തയും അത്തുത്തയും. ആ അത്തുത്തയൊക്കെ അവിടെ കാത്തിരിക്കുകയാണ്. ആകെ 2 ജോഡി വസ്ത്രങ്ങളാണ് അന്ന്. ഒരു വർഷം. അപ്പം ഞാൻ എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ഒരു മുസ്ലിം വിശ്വാസ കുടുംബമാണ്. അപ്പോൾ എൻ്റെ അതേ പ്രായമാണ് അവിടുത്തെ ലത്തീഫിന്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 2 വീട്ടിലും 6 മക്കൾ വീതം. ഇതെല്ലാം ഒരേ പ്രായം. അപ്പോൾ ആ ഊണ് പിന്നെ എല്ലാം തയ്യാറായി കഴിയും. ഓണസദ്യ കൃത്യം 12 മണിക്ക്. അപ്പോൾ എൻ്റെ അമ്മ പറയും, പോയിട്ട് ആ കൊച്ചുങ്ങളെയും കൂടെ വിളിച്ചോണ്ട് വാ. ആ മക്കളെ എന്നാണ് പറയുന്നത്. ആ മക്കളെയും കൂടെ വിളിച്ചോണ്ട് വാ. അപ്പോൾ ഞങ്ങൾ ഓട്ടമാണ്. ഓടി അപ്പോഴത്തേക്ക് ഈ തയ്യാറായി പരിപ്പിൻ്റെയൊക്കെ മണം കേട്ടിരിക്കുകയല്ലേ, ഓടി ചെന്ന് അവരെയും വിളിക്കുക. അവരും കാത്തിരിക്കുക. വന്ന് എല്ലാവരും കൂടെ അങ്ങോട്ട് ഇടകലർന്നിട്ട് തറയിൽ ഇലയിട്ടിരുന്ന് സദ്യ ഉണ്ടെന്ന ആ ഒരു അനുഭവം അന്ന് എല്ലാവർക്കും വേണം. ആ ഒരനുഭവം എൻ്റെ മനസ്സിൽ വല്ലാതെ കൂടിയിട്ടുണ്ട്. പിന്നീട് ഞങ്ങളുടെ ആ പ്രദേശത്തുള്ള എല്ലാം ഇവരും കൂടുന്ന ഒരു മുസ്ലിം തറവാട്ട് വീട്ടിലാണ്. ഹിന്ദുക്കളുടെ ഓണത്തിന് ഹിന്ദുക്കളുടെ ഒരു ഏരിയ ആണെങ്കിലും വലിയ മുറ്റമുള്ളത് അവിടെയാണ്. അവിടെ പിന്നെ വളരെ പ്രായമായ ഒരു അപ്പൂപ്പനുണ്ട്. റൗത്തറെ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. അതേ വടിയൊക്കെ കുത്തി കുനിഞ്ഞാണ് നടക്കുന്നത്. അദ്ദേഹം അത് കണ്ടുകൊണ്ടിരിക്കും. ആ വീടിൻ്റെ മുറ്റം നിറയെ ആ നാട്ടിലെ പിള്ളേരും സ്ത്രീകളും ഒത്തുകൂടിയിട്ടുള്ള വിവിധ കളികൾ. അത് പശുവും പുലിയും കളിക്കുന്നവരുണ്ട്, തിരുവാതിര കളിക്കുന്നവരുണ്ട്, ഈ ഓലപ്പന്ത് ഉണ്ട്. ആ സമയത്ത് തന്നെ അതിനപ്പുറത്ത് ആ പുരയിടത്തിൽ തന്നെ ഒരിടത്ത് ഒരു വലിയ പ്ലാവിൽ ഊഞ്ഞാൽ കയറിയിരുന്നുകൊണ്ട് ആടുകയും അതുപോലെ ചില്ലാട്ടം പറക്കുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. 2 പേര് മുഖത്തോട് മുഖം ചേർന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ പറക്കുന്ന പോലെ ആയാസം കൊടുത്ത് ആടിയിട്ട് ഈ പ്ലാവിൻ്റെ ഏറ്റവും വലിയ മേളത്തെ കൊമ്പിൽ നിന്നുള്ള ഇല പറിക്കുന്ന. പലപ്പോഴും ആ കാലത്തൊക്കെ ഓണം കഴിയുമ്പോൾ ഞങ്ങളുടെ പ്രദേശത്തിൽ 5-6 പേരെങ്കിലും കാലും കൈ ഒടിഞ്ഞവർ കാണും. കാരണം ആ ഒരാവേശം അത് ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. ഓണമെന്ന് പറയുന്നത് അവിടെ വേറൊന്നുമില്ലല്ലോ. അവിടെ ആ പ്രായമായ റൗത്തർ അത്താന്നൊക്കെ ഞങ്ങളൊക്കെ വിളിക്കുന്നത്. അത്തയും അത്തുത്തയും. ആ അത്തുത്തയൊക്കെ അവിടെ കാത്തിരിക്കുകയാണ്. ആ വീട് നിറച്ച്, കാരണം മുസ്ലിം വീടുകൾ കുറവാണ്, ഹൈന്ദവ വീടുകളാണ് അവിടെ കൂടുതൽ. എല്ലാ വീട്ടിലെയും ആളുകൾ കൂടുന്നു, അവരവ ആസ്വദിക്കുന്നു. അവിടുത്തെ കുട്ടികളും പെൺകുട്ടികളും എല്ലാം ഇതിൽ ചേരുന്നു. ആ ഒരു കാലം, അങ്ങനെ ഒരു സുന്ദരമായ കാലം തിരിച്ചു വരണേ എന്ന് ചിലപ്പോഴൊക്കെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. അതാണ് എന്നെ സംബന്ധിച്ച്. വീട്ടില് അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ആഹാരങ്ങളോടൊപ്പം നമ്മളും ചേരുമല്ലേ? അതെ ചേരുക. എല്ലാവർക്കും ഓരോ ഡ്യൂട്ടിയുണ്ട്. ഈ പച്ചക്കറി ആയാലും അരിഞ്ഞു പറക്കുന്നതായാലും, അതുപോലെ ഈ നെല്ലെല്ലാം അന്ന് ഉരലില്ലയോ കുത്തുന്നേ. അപ്പം ഈ കൊച്ചു കുഞ്ഞുങ്ങളായ ഞങ്ങളും കുത്തും. അത് പുഴുങ്ങിയിട്ട് ഉണക്കി ഉരലിൽ കുത്തിയെടുക്കുന്ന പുന്നെല്ല്, അതിൻ്റെ സ്വാദും അതിൻ്റെ മണവും അതിൻ്റെ ഒരു ഗുണവും ഒക്കെ ഇപ്പോഴും ഞാൻ ഈ ഓണം എൻ്റെ മനസ്സ് ഓണസദ്യ എന്നുള്ളത് വരുമ്പോൾ എനിക്ക് ആ മണം, ആ പരിപ്പിനും ആ ചോറിനുമൊക്കെ ഉണ്ടായിരുന്ന ഒരു മണം, ആ പപ്പടമൊക്കെ പൊടിച്ച് പരിപ്പുമായിട്ട് കഴിക്കുന്ന ആ ഒരു ഫീല് അറിയാതെ മനസ്സിൽ കടന്നു വരും. പിന്നെ ഇല്ല, അത് അവരെല്ലാം ആ കുടുംബത്തിലെ എല്ലാവരും ഇപ്പം പുതിയ തലമുറയിൽ ആളുകളുണ്ട്. അവരൊക്കെ വിദേശത്തൊക്കെ പോയി. കാരണം അതൊക്കെ ഒരുപാട് വർഷങ്ങളാണ്. അത് ഭയങ്കര സ്നേഹമാണ് ആളുകൾക്ക് കേട്ടോ. എന്നെയാണെങ്കിൽ എന്നെ രാജൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ രാജമ്മനെ വാ, നാട്ടിൽ രാജമ്മനെ വാ. അതുപോലെ ലത്തീഫ്, അലി, ഇങ്ങനെ ഈ കൂട്ടുകാരുണ്ട്, ഷെരീഫ്, സലീം. ഇതൊന്നും നമുക്കന്ന് മനുഷ്യനെ വേർതിരിക്കുന്നില്ല. പിന്നെ ഓണപ്പാട്ട് എല്ലായിടത്തും. അത് മാവേലി നാടുവാണിയിടും കാലം ആ പാട്ടുകൾ കൊണ്ട് മുഖരീതമാണെന്ന് നമുക്ക്. അന്ന് പിന്നെ ആകെ ഓണത്തിൻ്റെ നമുക്ക് പുറത്തുള്ളൊരാസ്വാദനം എന്ന് പറയുന്നത് വളരെ അപൂർവമായുള്ള ആ നാട്ടുപുറത്തെ ചില വീടുകളിലുള്ള റേഡിയോയിലൂടെ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും നമുക്ക് ആഘോഷിക്കാനില്ലല്ലോ. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. വലിയ നഷ്ടങ്ങളായില്ലേ? ഭയങ്കര നഷ്ടങ്ങൾ.
അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ലല്ലോ. ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല, എങ്കിലും അറിയാതെ ആഗ്രഹിച്ചു പോകും. അങ്ങനെ ഒരു കാലം നമുക്ക് ഇനിയും കിട്ടുമോ, കിട്ടണേ എന്ന്. അന്ന് നാട്ടിൽ ഭയങ്കരമായ ദാരിദ്ര്യവും കൂടെ ഉണ്ടെന്ന് കണ്ടോ. അന്ന് ആ ഒരു പുത്തൻ ഉടുപ്പിടുന്ന, പിന്നെ ഓണത്തിന് പിന്നെ പള്ളിക്കൂടം തുറക്കുമ്പോൾ ആകെ 2 ജോഡി വസ്ത്രങ്ങളാണ് അന്ന് ഒരു വർഷം ഈ കുട്ടികൾക്കെല്ലാം കിട്ടുന്നത്. എല്ലാം നാട്ടുപുറമില്ലേ. അന്ന് പുല്ല് മേഞ്ഞ വീട്, ഓലപ്പുര, ആകെ ഒരു ഓടിട്ട വീട് മാത്രമേ ഞങ്ങളുടെ നാട്ടിൽ ഉള്ളൂ. വാർത്ത കെട്ടിടങ്ങളൊന്നും ആ കാലത്ത് വന്നിട്ടില്ല. അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവം. ആർക്കും ജോലിയില്ലല്ലോ. ആർക്കും എല്ലാവരും കൃഷിപ്പണിയും കൂലിപ്പണിയും അത് ഒക്കെയാണ്. ഔട്ട്സൈഡിൽ നിന്നുമില്ല. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് ഒരാൾ മാത്രമാണ് ബോംബെ പോയിട്ടുള്ളത് ആ കാലത്ത്. ഗൾഫുമില്ല, ഗൾഫൊന്നുമില്ല, ഗൾഫൊന്നും ആയിട്ടില്ല. ആ ബോംബെ പോയ ആൾ പിന്നെ കുറേ കാലം 1-2 വർഷം കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വരുന്നത് ഒരു ട്രാൻസിസ്റ്ററൊക്കെ തൂക്കി, ആ ഒരു ട്രങ്ക് പട്ടി തകരം കൊണ്ടുള്ള പെട്ടിയൊക്കെ തൂക്കി, ഈ ഒരു പാൻസൊക്കെ ഇട്ട് അന്ന് പുള്ളി വരുമ്പോൾ ഈ കൊച്ചുങ്ങളെല്ലാം ഈ ആളുടെ പുറകെ ഇങ്ങനെ ഓടും. ഓടി വഴി കൂടെ കുറേ നടന്നില്ലേ വീട്ടിൽ പോകുന്നത്. അതൊക്കെ ഒരു കൗതുകമായ കാലങ്ങളുണ്ടായിരുന്നു. ഇന്ന് നമുക്കിതൊക്കെ അപ്പം നമ്മൾ ഓർക്കുമ്പോൾ മറ്റൊരു കാര്യം, ഇങ്ങനെ ഒരു അവസ്ഥ അനുഭവിക്കാൻ നമ്മുടെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ഓണം പോലും നമുക്ക് ആഡംബര ഓണമായി, ഇൻസ്റ്റൻ്റ് ഓണമായി. അപ്പം എനിക്ക് തോന്നുന്നേ പഴയ രീതിയിലെങ്കിലും പുനരാവിഷ്കരിക്കണം ഓണം. എന്നിട്ട് പുതിയ തലമുറ ഇതൊക്കെ കാണണം. അത് ഉള്ളിൽ ആർദ്രതയുണ്ടാക്കും. എനിക്കിന്നും എൻ്റെ ജാതീയത വേറൊരു ജാതീയത എന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. കാരണം അന്ന് ആ വളർന്ന കുടുംബത്തിലെ സാഹചര്യങ്ങളാണ്. പ്രാർത്ഥനയിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളത്. അത് വൈകിട്ട് എൻ്റെ അമ്മ സന്ധ്യനാമം ചൊല്ലിക്കും, ഹരേ രാമ ഹരേ കൃഷ്ണ എന്നൊക്കെ പാടുമ്പോൾ അവരും വന്നിരുന്ന് പാടുക. ലത്തീഫും അലിയും അഷ്റഫും എല്ലാം വന്നിരുന്ന് പാടുക. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പാടുമ്പോൾ ഞാനും അവിടെ ഉണ്ട്. പിന്നെ അവിടെ കൂടെ ഈ റാത്തീബ് എന്ന നേർച്ച നടത്താം. അന്ന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. കാരണം അന്ന് ഇറച്ചി ഇഷ്ടം പോലെ ഇറച്ചി ഒക്കെ തിന്നുന്നൊരു അപ്പവും ഇറച്ചി. അപ്പം ഈ ഒരു മനുഷ്യ സ്നേഹം അത് ഈ ഓണം പോലുള്ള ആഘോഷങ്ങൾക്ക് മനുഷ്യരുടെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഇതൊക്കെ തിരിച്ചു വന്നാൽ നമ്മുടെ മനസ്സിൽ കുറേ കൂടെ സംശുദ്ധി ഉണ്ടാകും, വൈരം ഉണ്ടാകാൻ ഇതൊക്കെ ഓർക്കുമല്ലോ. അങ്ങനെ ഒരു ഓണക്കാലം